എല്ലാവർക്കും നമസ്കാരം. സനാതനധർമ്മം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാതെ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളെയും ആരാധനാ രീതികളെയും അവഹേളിക്കുന്ന തരത്തിൽ ചില വീഡിയോസ് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ പ്രധാനം ഡോക്ടർ അലക്സാണ്ടർ DGP ആയിരുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോകളാണ്. അദ്ദേഹം ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ച് പലപ്പോഴും പലതും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ വീഡിയോകൾക്ക് നല്ല രീതിയിലുള്ള പ്രചാരണം കിട്ടും എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരത്തെ അവഹേളിക്കലാണ്. ഹൈന്ദവ ധർമ്മം അല്ലെങ്കിൽ ഹൈന്ദവ ഈശ്വരീയ സങ്കല്പം ശരിയായി മനസ്സിലാക്കാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് അയ്യപ്പൻ്റെ ചരിത്രമാണ്. പിന്നെ അത് കാട് കയറി ലോകമൊട്ടാകെ സഞ്ചരിച്ച് ഇങ്ങോട്ട് വന്ന പല സംസ്കാരങ്ങളെയും വളരെ മഹത്വവൽക്കരിച്ച് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയ പല കാര്യങ്ങളെക്കുറിച്ചും ഇതുപോലെ തന്നെ അദ്ദേഹം വാചാലനായി. പക്ഷെ ഇതുകൊണ്ടൊക്കെ അയ്യപ്പ ഭഗവാനെ കുറിച്ച് അദ്ദേഹം എന്താണ് ജനങ്ങളെ ധരിപ്പിക്കുന്നത് എന്നുള്ളത് തികച്ചും തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. അയ്യപ്പ ഭഗവാനെ കുറിച്ച് മാത്രമല്ല, കൊടുങ്ങല്ലൂരമ്മ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഈശ്വരീയ സങ്കല്പമാണ്, ആറ്റുകാലമ്മ. അപ്പോൾ ആ ദേവതകളെയെല്ലാം വളരെ ശക്തമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ വന്നിട്ടുള്ളത്. ചെറിയ ചില കാര്യങ്ങൾ അദ്ദേഹം ചിന്തിക്കണം. അതായത് ഈശ്വരനെ അന്വേഷിക്കേണ്ടത് അവനവൻ്റെ ഉള്ളിലാണ്. അതിന് കാരണം പറഞ്ഞു തരാം. അദ്ദേഹമായാലും ഞാനാണേലും പ്രകൃതിയിൽ കാണുന്ന ഏത് വസ്തുവായാലും ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണെന്ന് ഭാരതീയർ വിശ്വസിക്കുന്നു. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങളിലുള്ളത് മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം. ഈ 5 ഘടകങ്ങളല്ലാതെ 14 ലോകത്തിലും പ്രപഞ്ചം ഒന്നാകെ എടുത്താലും മറ്റൊരു വസ്തുവിനെ കാണിച്ചു തരാൻ ശാസ്ത്രത്തിന് സാധിക്കില്ല. അത് അടിസ്ഥാനപരമായ സയൻറ്റിഫിക് തത്വമാണ്. ഇവിടെ നിന്നാണ് ഭാരതത്തിൻ്റെ ഈശ്വരീയ സങ്കല്പങ്ങൾ വരുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാം കാണാം, നമ്മൾക്കെല്ലാം വ്യത്യസ്തമായ രൂപഭാവങ്ങളിലാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ അകത്തേക്ക് പോയാൽ നമ്മളെല്ലാം ഈ 5 ഘടകങ്ങളാണ്. വീണ്ടും അതിനകത്തേക്ക് പോയാൽ ആറ്റങ്ങളാണ്. ആറ്റത്തിൻ്റെ അകത്തേക്ക് പോയാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പാർട്ടിക്കിളാണ്. അപ്പം നമ്മൾ മായയാണ് എന്ന് ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നു. കാരണം എല്ലാവരും അപ്പോൾ ഏതിനെയും നമ്മൾ ആറ്റമായിട്ട് അല്ലെങ്കിൽ അതിലെ സബാറ്റമിക് കണങ്ങളായിട്ട് ദർശിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നത്? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് പലതും നമ്മുടെ അകത്തേക്ക് വന്ന് തിരിച്ചു പോവുകയാണ്. വായു വന്നു പോകുന്നു, ജലം വന്നു പോകുന്നു, ഭക്ഷണം വന്നു പോകുന്നു. നമ്മുടെ അകത്തെ സ്പേസ് 24 മണിക്കൂറും ജീവിതകാലം മുഴുവനും ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മളിൽ മാത്രമല്ല, ഓരോ ആറ്റത്തിലും സംഭവിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ. അതിൽ മാത്രമല്ല, പ്രപഞ്ചത്തിൽ മുഴുവൻ സംഭവിക്കുന്നു. ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആരാധനാ രീതികൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അകത്തേക്ക് വരുന്ന ഈ ശക്തികളെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണോ അതനുസരിച്ചിട്ടാണ് നമ്മൾക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയുന്ന ശക്തി. ശബ്ദത്തിലൂടെ നിങ്ങൾ എത്ര എനർജി സ്റ്റോർ ചെയ്തു, പ്രകാശം വഴി, അതായത് കണ്ടത് വഴി, നിങ്ങൾ കാഴ്ചകളിലൂടെ നല്ലത് കാണും, ചീത്ത കാണും. നല്ലതാണെങ്കിൽ പോസിറ്റീവ് എനർജി, ചീത്തയാണെങ്കിൽ നെഗറ്റീവ് എനർജി. അപ്പോൾ കാണുന്നത് വഴി നിങ്ങൾ എത്ര എനർജി സ്വീകരിച്ചു. ഭക്ഷിച്ചത് വഴി, ഭക്ഷണം പലതരത്തിലുള്ളതാകാം, ശരീരത്തിന് ഗുണം ചെയ്യുന്നതാകാം, ദോഷം ചെയ്യുന്നതാകാം. അതുവഴി നിങ്ങൾ എത്ര എനർജി സ്വീകരിച്ചു. ജലം വഴി, ജലം ശുദ്ധമാകാം, പാല് പോലെ ഗുണമുള്ളതാകാം, മദ്യം പോലെ വിഷകരമായതാകാം. അതിലൂടെ നിങ്ങൾ എത്ര എനർജി സ്വീകരിച്ചു. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ അകത്തേക്ക് വരുന്ന ഓരോന്നും, അത് പദാർത്ഥ രൂപത്തിലാകാം, വായു രൂപത്തിലാകാം, അഗ്നി രൂപത്തിലാകാം. അഗ്നി എന്ന് പറയുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അതിലും പെടും. കാണുന്നത്, കേൾക്കുന്നത്, വൈകാരികമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നതെല്ലാം അഗ്നി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലെല്ലാം എത്രത്തോളം എനർജി നാം സ്റ്റോർ ചെയ്തു, എത്രത്തോളം നമ്മൾക്കതിനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നു, അതാണ് നമ്മളുടെ ടോട്ടൽ എനർജി കണ്ടന്റ്. ഈ എനർജി കണ്ടന്റ് അളവ് കൂടുമ്പോൾ നമ്മൾ ഗുണങ്ങളുള്ളവരാകും, അളവ് കുറയുമ്പോൾ നമ്മൾ ദുർഗുണങ്ങളുള്ളവരായി മാറും. അപ്പോൾ ഈ സഗുണഭാവത്തിലേക്ക് മാറുന്നതിന്
ഉള്ള ഒരു ജീവിതചര്യയാണ് ഞാൻ ക്ഷേത്രാചാരങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത്. എങ്ങനെ നമ്മളെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മളെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഏത് വസ്തുവിലും എന്നിലുള്ള പഞ്ചഭൂതങ്ങൾ ഏത് വസ്തുവിലും ഉണ്ട്. അപ്പം ഞാൻ എന്നെ തന്നെ ഒരു കല്ലെടുത്ത് വെച്ചാലും ശരി, അതിലുള്ളതും അടിസ്ഥാനപരമായ കണികകൾ എന്നിലുള്ളത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പം ഞാൻ അതിനെ പൂജിക്കുന്നുണ്ട്, കല്ലിനെ പൂജിക്കുന്നു, മരത്തെ പൂജിക്കുന്നു. അപ്പോൾ കല്ലിനെ ആയാലും മരത്തിനെ ആയാലും ഏതിലുള്ളതായാലും ഈ പ്രപഞ്ചത്തിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ചം ഉണ്ടായപ്പോൾ തുടങ്ങിയുള്ളതാണ്. നമ്മളെല്ലാം നശിച്ചാൽ വീണ്ടും പ്രപഞ്ചത്തിൽ ഈ രൂപത്തിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിലേതിലും ഈ പ്രപഞ്ചത്തിൽ മൊത്തം അടങ്ങിയിരിക്കുന്ന ചൈതന്യത്തെ ഈ ചെറിയ വസ്തുക്കളിലും എനിക്ക് കാണാൻ സാധിക്കുന്നു എന്ന വിശാലമായ അർത്ഥത്തിലാണ് നമ്മുടെ പ്രാർത്ഥനാ രീതികളും നമ്മുടെ വിഗ്രഹാരാധനാ രീതികളും ചുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കല്ലാണോ ദൈവം? അല്ല. അപ്പം ഒരു മനുഷ്യനെ, യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ മുഹമ്മദ് നബി ഒരു വ്യക്തിയെ ഈശ്വരനായിട്ട് കാണുന്നവർക്ക് ഈ സങ്കല്പം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ ഈശ്വരീയ സങ്കല്പങ്ങളിൽ പ്രധാനം ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നുള്ളതാണ്. 3 ധർമ്മമാണ്. ഒരാൾ സൃഷ്ടിക്കുകയാണ്, ഒരാൾ സംഹരിക്കുകയാണ്, ഒരാൾ നിലനിർത്തുകയാണ്. അപ്പോൾ ഈ അടിസ്ഥാന തത്വം ഒരാറ്റത്തിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു പ്രോട്ടോണുണ്ട്, ഇലക്ട്രോണുണ്ട്, ന്യൂട്രോണുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ ആറ്റത്തിൽ പോലും ഈ 3 ഘടകങ്ങളുണ്ട്. 3നും 3 വ്യത്യസ്ത ധർമ്മങ്ങളാണുള്ളത്. അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഇനി ഇപ്പോൾ ബ്രഹ്മാവും ശിവനും ചേർന്ന ചൈതന്യം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും, അല്ല പ്രോട്ടോണും ഇലക്ട്രോണും ചേർന്നാൽ ന്യൂട്രോണാകും. ഇതൊരു സയൻറ്റിഫിക് പ്രിൻസിപ്പിളാണ്. അത് ഈ പ്രപഞ്ചത്തിലേക്ക് മൊത്തം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവിതകാലത്ത് എടുക്കാവുന്ന ഊർജ്ജമുണ്ട്. അതായത് എൻ്റെ ആത്മാവിലേക്കാണ് ഞാൻ ഊർജ്ജത്തെ സ്വീകരിക്കുക. അതുകൊണ്ട് എൻ്റെ ശരീരം എന്ന് പറയുന്ന യന്ത്രത്തെ പ്രവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഈ ശരീരം ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അത് പഴയതായി കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ചിട്ട് എൻ്റെ ആത്മാവ് വീണ്ടും മറ്റൊരു ശരീരം എടുക്കുകയും ഈ പ്രപഞ്ചത്തിൽ നിന്ന് വീണ്ടും എനർജി എടുത്തുകൊണ്ട് അതിനെ നിലനിൽക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. നമുക്ക് എനർജി ഇല്ലാതാക്കാൻ സാധിക്കില്ല, അതിന് രൂപഭാവങ്ങൾ മാറ്റാൻ സാധിക്കും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ ഭാരതീയർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ കളിയാക്കിയത് കൊണ്ടോ അതിൻ്റെ പിന്നിൽ മനുഷ്യൻ പറയുന്ന ചരിത്രങ്ങളെ വളച്ചൊടിച്ചത് കൊണ്ടോ അദ്ദേഹത്തിന് ഭാരതീയ സംസ്കാരത്തിൻ്റെ തത്വങ്ങളെ അല്ലെങ്കിൽ അതിനെ ഒന്നും ഇല്ലാതാക്കാൻ സാധിക്കില്ല. കുറച്ച് തെറ്റിദ്ധാരണ വളർത്താൻ സാധിക്കും. ശരിക്ക് പൂർണ്ണമായിട്ടും ഹൈന്ദവ സംസ്കാരത്തിനെ അവഹേളിക്കുന്ന തരത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്നത്. അതിന് സംശയമില്ല. അപ്പോൾ ഈ നമ്മൾ ആരാധിക്കുന്ന രൂപങ്ങൾ നമുക്കുള്ള ആരിൽ വേണമെങ്കിലും ഈശ്വരനെ കാണാം. മാതാപിതാ ഗുരു ദൈവം. മാതാവിലോ പിതാവിലോ ഗുരുവിലോ ഒക്കെ ദൈവത്തെ കാണാം. അപ്പോൾ അതിൽ കൊടുങ്ങല്ലൂർ മകുറത്തിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഹിന്ദു ജനത അതായത് ഹിന്ദു ജനതയുടെ അറിഞ്ഞുകൂടാത്ത ധാരാളം ഹിന്ദുക്കളും ഉണ്ടല്ലോ, അവർക്ക് അപമാനം ഉണ്ടാക്കുക. അപ്പോൾ ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് വളരെ മോശമായിട്ട് ചിത്രീകരിക്കും. അപ്പോൾ അത് ഒരുപക്ഷെ മതമാറ്റ ലോബിക്കൊക്കെ സഹായമായിരുന്നു വരാം, അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാത്തവരുടെ എണ്ണം കൂടാൻ സഹായിച്ചത്. അത് ഇൻഡയറക്റ്റ്ലി ഇങ്ങനെ ചില ആളുകളെ വഴിതെറ്റിക്കാനായിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധിച്ചെന്ന് വരും. പക്ഷെ യഥാർത്ഥമായ ഹൈന്ദവ മതത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരെ ഒരു കാരണവശാലും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ സാധിക്കില്ല. ഈ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ കൾച്ചറിൽ അഭിമാനിക്കുന്ന ജനതയാണ്. അപ്പം അദ്ദേഹം ഇവിടുത്തെ ജനതയ്ക്ക് അഭിമാനബോധമാണോ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അവഹേളിക്കുകയാണ്. അതറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ജനതയെ അവഹേളിക്കുകയാണ്. ഇവിടെ കേരളത്തിൻ്റെ ചരിത്രത്തിന് ഒരുപാട് പഴക്കമുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ കേരളത്തിൽ നിന്ന് പോയ ഭടൻ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. മഹാഭാരത യുദ്ധത്തിൻ്റെ കാലം എന്ന് പറയുന്നത് എത്ര പഴക്കമുണ്ടെന്ന് നമുക്കറിയാം. 5000 വർഷത്തിനപ്പുറമാണ്. അതുപോലെ ലോക ചരിത്രം അന്വേഷിച്ചാൽ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമുക്ക് ധാരാളം രേഖകളിൽ കിട്ടും. അതിന് വളരെയേറെ പഴക്കമുണ്ട് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിന്. ഇപ്പോൾ തൊടുപുഴ ഭാഗത്ത് ഉള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം 4 ക്ഷേത്രങ്ങളുണ്ട്, പാണ്ഡവരെ നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. അതുപോലെ കേരളത്തിൻ്റെ ചരിത്രവുമായിട്ട് ഇതിഹാസ പുരുഷന്മാർക്ക് ബന്ധങ്ങളുള്ള പല ഇടങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ഈ ഭഗവാൻ അയ്യപ്പനെ തന്നെ അദ്ദേഹം ഇത്ര വേട്ടക്കാരനായിട്ടാണ് പറയുന്നത്. വേട്ടക്കാരനാണെന്ന് പറയുന്നതിൽ
രണ്ട് രീതിയിലാണ്. അതായത് ഈശ്വരന് പല ഭാവങ്ങളുണ്ട്. ഈശ്വരന് വേട്ടക്കാരൻ്റെ ഭാവവും ചിലപ്പോൾ ആവശ്യമാണ്. അത് ജനതയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് കാവൽ ദേവതകളുണ്ട് ഹിന്ദുക്കൾക്ക്. കാരണം പണ്ട് ചെറിയ 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 സ്ഥലങ്ങളിൽ ഒരു ജനതയുണ്ടായിരിക്കും. അപ്പം അവർക്ക് ഒരു കാവൽ ദേവത ഉണ്ടായിരിക്കും. ആ കാവൽ ദേവത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുവല്ലോ, മനുഷ്യൻ്റെ ശക്തികളും ദൗർബല്യങ്ങളും വരുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ പ്രപഞ്ചത്തെ എങ്ങനെ കാണുന്നോ അത് നിങ്ങളെ ശക്തിപ്പെടുത്താം അല്ലെങ്കിൽ ദുർബലപ്പെടുത്താം. ഞാൻ കുടിക്കാനെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം വിഷം കലക്കിയതാണെന്ന് വിചാരിച്ചാൽ അതെന്നെ ദുർബലപ്പെടുത്തും. അല്ല, അത് ഔഷധമാണെന്ന് വിചാരിച്ചാൽ അതെന്നെ ശക്തിപ്പെടുത്തും. അപ്പോൾ മനുഷ്യൻ്റെ സങ്കല്പശേഷി എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. അപ്പോൾ ഒരു കാവൽ ദേവതയെ ഒരാൾ എൻ്റെ ദേവതയാണ് എന്ന് വിചാരിച്ച് സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിനെവിടെയാണ് തെറ്റ്? അതിപ്പോൾ ക്രിസ്തുമതം പോലെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ടല്ല അവരുടെ പ്രാർത്ഥനാ രീതി. അതിനെന്താ തെറ്റ്? ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ശക്തിയേക്കാൾ വലുതാണ് എന്ന് ചിന്തിക്കുന്നത് എത്ര അബദ്ധമാണ്. ഈ വ്യക്തിക്ക് അയാളുടെ ജീവിതത്തെ അദ്ദേഹത്തിന് സ്വയം രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. പല ദിവ്യപുരുഷന്മാർക്കും അവരെ സ്വയം രക്ഷിക്കാൻ സാധിക്കാറില്ല. അപ്പോൾ അവർ നമ്മളെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് പ്രകൃതിയാണ്. അതുകൊണ്ട് പ്രകൃതിയിലെ കാറ്റിനെ ഞാൻ ആരാധിക്കുന്നു. അതിനെന്താ തെറ്റ്? വായു എൻ്റെ അകത്ത് വന്നു പോകണം, എന്നാലേ എനിക്ക് ജീവനെ നിലനിർത്താൻ പറ്റുള്ളൂ. ഞാൻ ജലത്തിനെ ആരാധിക്കുന്നു, ജലം എൻ്റെ അകത്ത് വന്നു പോകണം, എന്നാലേ എനിക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ ഭക്ഷണ സാധനങ്ങളെ എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ അന്നം കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഞാനിപ്പോൾ 1 കോടി തവണ ഇരുന്ന് പ്രാർത്ഥിച്ചാലും 1 കിലോ പഴം ഒരു ദൈവം എൻ്റെ മുൻപിൽ കൊണ്ടു തരില്ല. പക്ഷേ എനിക്കത് നിർമ്മിക്കാൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള ശക്തിയാണ് തരുന്നത്. ആ ശക്തി എന്ന് പറയുന്നത് എൻ്റെ രൂപത്തിൽ എൻ്റെ അകത്തേക്ക് വരുന്നത് ഒന്നുകിൽ വാക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ശബ്ദമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രകാശം. ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു അറിവുകളിൽ തെളിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും കേട്ടിട്ടാകാം, ആരെങ്കിലും ഉപദേശിച്ചിട്ടാകാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അധ്വാനം എനിക്ക് കൊണ്ട് തന്നിട്ടാകാം. എങ്ങനെയാണെങ്കിലും ശരി, അത് ഈ പ്രപഞ്ചത്തിലെ ശക്തിയുടെ ഒരു ഭാഗം കൊണ്ട് മാത്രമേ സാധിക്കൂ. അപ്പോൾ പ്രപഞ്ചത്തിലെ ശക്തികളെ ആരാധിക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ അതുകൊണ്ട് ഏത് രൂപത്തിലും ഈശ്വരനെ വിളിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിന് വിലക്കുകളില്ലാത്ത സംസ്കാരമാണ്. പക്ഷെ അതിനെ എടുത്തു വെച്ച് അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ അറിവില്ലായ്മയാണ് വരുന്നത്. അവർക്കതിനെ മഹത്വവൽക്കരിക്കുകയല്ല, അതിനെ അവഹേളിക്കണമെന്ന ആ കൃത്യമായിട്ടുള്ള താല്പര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ പേട്ടതുള്ളലാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പം അതിനെ നല്ലതായിട്ടല്ല, മോശമാക്കി പറയുന്നു. പേട്ടതുള്ളൽ എന്ന് പറയുന്നത് മഹിഷിയെ നിഗ്രഹിച്ചതിന് ശേഷം ചെയ്തതാണ്. മഹിഷി എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് എടുക്കേണ്ട, അതിൽ എരുമയെ വെട്ടിയ കഥയല്ല മഹിഷിയുടെ കഥ. മഹിഷി എന്ന് പറയുന്നത് ദുഷ്ടശക്തിയാണ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് പ്രപഞ്ചത്തിലുണ്ട്. ഒരു ഇടിമിന്നൽ വരുന്നു, അതിനെ മരത്തിന് തടുക്കാൻ സാധിക്കില്ല, അതിനെ നശിപ്പിക്കുന്നു. എന്നാൽ അതിനെ സ്വീകരിക്കാൻ ഒരു ചെറിയ കാന്തത്തിന് അല്ലെങ്കിൽ നമ്മൾ അത്തരം ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നെഗറ്റീവായിട്ടുള്ള ശക്തികൾ അന്തരീക്ഷത്തിലുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റില്ല. 3 ഡൈമെൻഷനിൽ വരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. 3 ഡൈമെൻഷനിൽ അല്ലാത്ത ഡൈമെൻഷനിലുള്ളതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് നമ്മുടെ ലിമിറ്റേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ശക്തികൾ ഉണ്ട്. ചിലത് മനുഷ്യന് വല്ലാതെ ഭയം വരിക. എവിടെ നിന്നാണ് വരുന്നത്? നമുക്ക് ഉപദേശിച്ചിട്ട് മാറ്റാൻ സാധിക്കില്ല. അതുപോലെ ഇല്യൂഷൻസ് തോന്നുക, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള വിഷമതകൾ മനുഷ്യന് വരും. അപ്പോൾ മഹിഷി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ്, പറഞ്ഞുവല്ലോ. ആ മഹിഷിക്ക് സ്ത്രീ ശരീരവും മൃഗത്തിൻ്റെതായ ശിരസ്സും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മൃഗീയ വാസനകളുള്ള അവരുടെ ചിന്തയും ആഗ്രഹവും മൃഗീയമാണ്. കാണുന്നത്, ശിരസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ശ്വസിക്കുന്നത്, രുചിക്കുന്നത്, ചിന്തിക്കുന്നത്, ഇതെല്ലാം ശിരസ് കൊണ്ടാണ്. ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ശക്തി. അത്തരം ശക്തികൾ ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നില്ലെന്ന് ആദ്യം ആലോചിക്കുക. അപ്പോൾ അതിൽ നിന്ന് മോചനം നേടാൻ ആദ്യം നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കണം. നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരുന്നതാണ് അയ്യപ്പധർമ്മം. ആ ധർമ്മത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. അയ്യപ്പൻ്റെ 18 പടിയുടെ തത്വം പറയുന്നില്ല. 18 മലകളുടെ പുണ്യം എന്താണെന്ന് പറയുന്നില്ല. അതുപോലെ നിലയ്ക്കൽ ക്ഷേത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നിലയ്ക്കൽ എന്ന് പറയുന്നതിൻ്റെ കച്ചവട കേന്ദ്രമായിരുന്നു. അതൊന്നുമല്ല. നിലയ്ക്കൽ എന്ന് പറയുന്നത് ദുഷ്ടജനതയെ നിലനിർത്തുന്ന ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത്. ഭഗവാന്റെ 2 രൂപത്തിലാണ്. ഒന്ന് പ്രസന്നഭാവത്തിൽ, അത് അയ്യപ്പൻ്റെ
ദൃഷ്ടി ചെയ്യുന്ന പ്രസന്നഭാവത്തിലും, അതേസമയം അയ്യപ്പനെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പവിത്രതയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരിലേക്ക് അദ്ദേഹം ഒരു വളരെ കഠിനമായിട്ടുള്ള ഒരു ദൃഷ്ടിയോടുകൂടിയും ഇരിക്കുന്നുണ്ട്. രണ്ട് ഭാവങ്ങളാണ്. ഒന്ന് ക്രുദ്ധഭാവമാണ്, ഒന്ന് സന്തോഷമുള്ള ആനന്ദഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ദുഷ്ടശക്തികളെ നിലയ്ക്ക് നിർത്താൻ ഈ ശബരിമലയുടെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ശബരിമലയിലേക്ക് വരുന്ന ദുഷ്ടശക്തികളെ നിലയ്ക്ക് നിർത്തുന്ന ഒരു ശക്തിയായിട്ടാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത് എന്നാണ് ഹിന്ദുക്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹിന്ദുക്കൾ അങ്ങനെയാണ് പറയുന്നത്. ഈ കേരളത്തിലെ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഉള്ള പേരുകളാണ്. ആ പേരുകളൊന്നും ആരും മാറ്റിയിട്ടൊന്നുമില്ല. ഇപ്പോൾ പുതിയതായിട്ട് പല പേരുകളും ഉണ്ടാവുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ പേരുകളൊക്കെ പണ്ടേ ഉള്ളതാണ്. അപ്പോൾ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ആ നിലയ്ക്കൽ പ്രദേശമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ കേന്ദ്രമാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് അവിടെയുള്ള പല സ്ഥലങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇതുപോലെ തെറ്റിദ്ധാരണ പരത്തുന്ന വാക്കുകൾ പറയുന്നുണ്ട്. അദ്ദേഹം അതുപോലെ സുന്ദരമല വളരെ കാണാൻ ഭംഗിയുള്ള മലയാണ്. സുന്ദരമല ഹനുമാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹനുമാനെയാണ് സുന്ദരൻ എന്ന് വിളിക്കുന്നത്. അത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ഹനുമാന്റെ ഒരു പര്യായമാണ് സുന്ദരൻ എന്നുള്ളത്. ഹനുമാനും അയ്യപ്പനും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. രണ്ടുപേരും ബ്രഹ്മചാരികളാണ്. രണ്ടുപേരും നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികളാണ്. രണ്ടുപേരും വിഷ്ണു ചൈതന്യമാണ്. അപ്പോൾ ചൈതന്യം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ കറണ്ടിൽ തന്നെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, രണ്ട് ശക്തികളുടെ അല്ലെങ്കിൽ രണ്ട് ചൈതന്യങ്ങളുടെ കൂടിച്ചേരലാണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം. അപ്പോൾ അതേപോലെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ശക്തികൾ എന്നത് പറയും. അപ്പോൾ അതിൽ രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നവരെ, രക്ഷിക്കുന്നത് വിഷ്ണുവാണ്, സംഹരിക്കുന്നത് ശിവനാണ്. അപ്പോൾ ഇവിടെ അയ്യപ്പൻ്റെ രണ്ട് ധർമ്മങ്ങളുണ്ട്. രക്ഷിക്കുകയും ചെയ്യും, സംഹരിക്കുകയും ചെയ്യും. അതായത് രക്ഷിക്കുന്നത് സജ്ജനങ്ങളെയാണ്, സംഹരിക്കുന്നത് ദുഷ്ടജനങ്ങളെയാണ്. അത് കലിയുഗത്തിൽ സജ്ജനങ്ങളെ രക്ഷിക്കേണ്ട ഈശ്വരൻ്റെ ധർമ്മമാണ്. ഒരു മനുഷ്യനെ പോയിട്ട് രക്ഷിക്കാൻ സാധിക്കില്ല. കലിയുഗത്തിൽ അനേകം തിന്മകൾ ഉണർന്നു വരുമ്പോൾ അതിനെ എതിരിടാൻ ഒരു മനുഷ്യജന്മത്തിൽ സാധ്യമല്ല. അപ്പോൾ അതിന് മനസ്സിനകത്തിരുന്നുകൊണ്ട് അയ്യപ്പൻ ആ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. കോടാനുകോടി മനുഷ്യരുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് അയ്യപ്പൻ നിർവഹിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് കലിയുഗത്തെ നേരിടലാണ്. അപ്പോൾ ഈശ്വരൻ ഉള്ളിലിരുന്നാണ് പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചശക്തികളെല്ലാം നമ്മുടെ അകത്തിരുന്ന് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. അതുതന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. നിന്റെ പേരിൽ ഞാൻ ഇരിക്കും, ആയുധമെടുക്കില്ല, പക്ഷേ നിന്റെ മനസ്സിന് വേണ്ടുന്ന നിന്റെ കർമ്മശേഷി അത് ഞാൻ തരും. അപ്പോൾ ഇതുപോലെ ഓരോ ഈശ്വരനും ഭാരതീയ സംസ്കാരം അനുസരിച്ച് ധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാണ്. അകത്തിരുന്നുകൊണ്ട് ഒരു മനുഷ്യനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അദ്ദേഹം അകത്തേക്കല്ല പോകുന്നത്, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പുറത്തേക്കാണ് പോകുന്നത്. അകത്തേക്ക് സഞ്ചരിക്കാൻ അദ്ദേഹം ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഭാരതീയ സംസ്കാരം മനസ്സിലാക്കണമെങ്കിൽ പുറത്തേക്ക് പോയിട്ട് കാര്യമില്ല. സന്യാസിമാരും ഋഷിമുനിമാരും ഒക്കെ ഗുഹയിലൊക്കെ ഇരുന്നിട്ട് ഉള്ളിലേക്ക് സഞ്ചരിച്ച് ഉള്ളിലെ പ്രപഞ്ചത്തെ കാണണം. കണ്ണടച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ളിൽ കാണാൻ സാധിക്കും. ആ ഉള്ളിലറിയണം ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകത എന്താണ്, എന്തുകൊണ്ടാണ് മനുഷ്യൻ വ്യത്യസ്തനായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് പ്രകൃതിയിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അത് പരമാണു തുടങ്ങി ഈ പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ, തിരിച്ച് പ്രപഞ്ചത്തിൽ നിന്ന് പരമാണുവിലേക്ക് വരുമ്പോൾ മനസ്സിലാകുന്ന ശാസ്ത്രീയ തത്വങ്ങളുണ്ട്. അത് അദ്ദേഹം അപഗ്രഥിച്ച് മനസ്സിലാക്കണം എന്നൊരു അഭ്യർത്ഥനയാണ്. നന്ദി, നമസ്കാരം.